ഹായ്, ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇന്നലെ ഞാൻ വല്ലാണ്ട് ഓടിയിട്ടില്ല, ഒരു ഉച്ചവരെ ഓടിയിട്ടുള്ളൂ. അതാണ് വീഡിയോ ഒന്നും ചെയ്യാഞ്ഞത്. അത് മറ്റൊന്നുമില്ല, ഇന്നലെ വയ്യായിരുന്നു. മിനിയാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച ഫാമിലിയുടെ കൂടെ ഒരു ചെറിയ ട്രിപ്പ് പോയി. കുറേ പിള്ളേർ രണ്ടും ഒക്കെ തന്നെ ആയിരുന്നു, എൻ്റെ കയ്യിൽ തന്നെ ആയിരുന്നു. അപ്പോൾ കൈയും കടച്ചിൽ വേദന, കാലും ഒക്കെ വേദന കൂടി. ഒരുപാടായിട്ട് വണ്ടി തന്നെ ആയപ്പോഴും പിന്നെ നടക്കാനും കുറവാണല്ലോ. ഞാനാണ് അന്ന് പോയി രണ്ട് മലയൊക്കെ കയറിയത്. ഈശ്വര, ആലോചിക്കാൻ വയ്യ. അതിൻ്റെ ക്ഷീണം ഇന്നലെ നന്നായിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് പോയി റൂമിൽ പോയി പിന്നെ കടന്നുറങ്ങിയ അങ്ങനെയൊക്കെയാണെന്ന് ഓക്കെ റെഡിയായത്. അപ്പോൾ അതൊക്കെ റെഡിയായി ഇന്ന് ഇറങ്ങിക്കണം. ഇനിയിപ്പോൾ എങ്ങോട്ട് എടുക്കുകയെന്ന് അറിയില്ല. ഒരു 7 മണി ആയിട്ടുണ്ട്. അല്പം ലേറ്റാണ്. നോക്കാം നമുക്ക് എന്താവുക എന്നുള്ളത്. അപ്പോൾ നോക്കുക, ഫസ്റ്റ് ട്രിപ്പ് അടിക്കാന്ന് കൂടി നോക്കുക. അപ്പോൾ ഓക്കെ, ശരി. ഹായ് ഗായ്സ്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് ഓലയിലാണ് കിട്ടിയത്. തൊട്ടടുത്ത് തന്നെ ആയിരുന്നു അവരുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കത് അങ്ങോട്ട് കസ്റ്റമർ എടുക്കാൻ പോകുന്ന ഒരു ഇത് എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ ആ മാപ്പ് ഞാൻ ഓഫാക്കിയിട്ടില്ല, അതാണ് സംഭവിച്ചത്. അപ്പോൾ അങ്ങോട്ടാണ് കിട്ടിയത്. അവരത് ഡ്രോപ്പ് ചെയ്തു. ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഭാഗത്ത് സൈഡാക്കുകയാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു ട്രിപ്പ് കിട്ടാണ്ട് നമ്മൾ വെറുതെ കാരടിച്ച് പോയിട്ട് കാര്യമല്ല. പിന്നെ മെഡിക്കൽ കോളേജും അല്ലേ, ഇവിടെ എന്തെങ്കിലുമൊക്കെ ട്രിപ്പ് കിട്ടുമെന്ന് വിചാരിക്കുക. അപ്പം എന്നാൽ ഓക്കെ ഗായ്സ്, അടുത്ത ട്രിപ്പ് ഏതിലാണ് നോക്കുക കിട്ടുക. രണ്ടാമത്തെ ട്രിപ്പ് ഏതിൽ അടിക്കാൻ നോക്കുക അന്നത്തെ. ഹായ് ഗായ്സ്. അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ലഭിച്ചിട്ടാ. മെഡിക്കൽ കോളേജിൻ്റെ അകത്തുനിന്ന് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഏത് ലൊക്കേഷനിലാണ്. ഞാൻ ചെറിയൊരു തോതിൽ ഓപ്പോസിറ്റ് ആണല്ലോ പോയത്. In 300 meters, turn right toward Kanvarapadi Medical College Road. ഈ ക്യാമറ എടുക്കാൻ വേണ്ടി ഞാൻ ബാക്ക് വെച്ചതാണ്. അതിൽ എനിക്ക് ചെറിയൊരു പണി കിട്ടി. ലൊക്കേഷൻ ഒന്ന് നൈസായിട്ട് മാറിപ്പോയി. ഓട്ടോ പോലെ സാറില്ല. In 150 meters, turn right onto HMT Road, Kinfra Medical College Road. ഞാനിപ്പോ കസ്റ്റമർ എടുത്തിട്ട് നോക്കാം. അതിന്റെ ഇടയിൽ കൂടി ഞാൻ turn right onto HMT Road, Kinfra Medical College Road, then turn right at Medical College Junction. അപ്പൊ ഞാൻ കുറെ നേരമായി പറയാൻ ശ്രമിക്കുന്നത് അപ്പൊ നീ കസ്റ്റമർ എടുത്തിട്ട് കാണാന്നുള്ളത്. കാരണം അത് പറയുമ്പോൾ നമ്മളെ ഗൂഗിൾ മാപ്പ് കിടന്ന് ഷട്ടപ്പെട്ടേ എന്ന് പറയുന്നതുകൊണ്ട് ആ വോയിസ് അവിടെ കട്ടാവും. അപ്പൊ നോക്കെ ഗായ്സ്, ശരി എന്നാ. ഹായ് ഗായ്സ്. അപ്പോൾ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തു. ഊബറിലായിരുന്നു. അമൃത ഹോസ്പിറ്റലിലേക്ക് ഞാൻ എങ്ങോട്ടാന്ന് നോക്കിയിട്ടില്ല. ട്രിപ്പ് അപ്പോൾ തന്നെ എടുത്തു. പക്ഷെ ആകെയുള്ള ചൊറന്നാ ചിന്നലേക്ക് അമൃത ഹോസ്പിറ്റലിലേക്കുള്ള ഈ വഴിയാണ് ഒരുമാതിരി മറ്റേല റൂട്ടാണ്. ഞാൻ അവിടെ 1-2 വട്ടം വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് നമ്മൾ വ്ളോഗ് ചെയ്യാത്തത് കൊണ്ട് ഞാൻ പറയാനിട്ടില്ലല്ലോ. എന്തൊരുപ്പെട്ട വഴിയാന്നറിയുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ നിന്നൊക്കെ മെല്ലനെ കയറിയിട്ട് ഇവിടുന്നൊന്നും എനിക്ക് ഇല്ല, പാർക്കേണ്ടില്ല. കുറച്ചിപ്പുറത്ത് എവിടെയെങ്കിലും കൊടുന്ന് പാർക്ക് ചെയ്തിട്ടാലോ എന്ന് ആലോചിക്കുന്നത്. ഹോസ്പിറ്റലിൽ നേരെ കുറച്ച് ഫ്രണ്ടോട്ട് കയറി കഴിഞ്ഞാൽ ഞാൻ പാർക്ക് ചെയ്യാൻ ചെറിയൊരു അങ്ങാടി ഞാൻ കണ്ടു. നിങ്ങളിങ്ങോട്ട് ചെയ്യാവുന്നതല്ലേ. അവിടെ അത്യാവശ്യം വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അതായത് ഇവിടെയൊക്കെ സ്ഥലം കിട്ടും. ഇവിടെയൊക്കെ പാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെയൊക്കെ പാർക്കിംഗ് ഏരിയയിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് കിടക്കുന്നുണ്ട്. വേറെയും ടാക്സിക്കാർ കിടക്കുന്നുണ്ട്. 2 അടുപ്പിച്ച് കിടക്കുന്നുണ്ട് ശരിയോ. അപ്പോൾ ഇവിടെയാണ് ഞാനും വിചാരിച്ചത് പാർക്ക് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഇപ്പം എന്തായാലും 2 വണ്ടിയൊക്കെ ഉണ്ട്. അത് വിഷയമല്ല, നമുക്കുള്ളതാണ് ഈ മായിരെ. നമുക്കുള്ളതാണെങ്കിൽ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞ കാര്യേ. നമുക്ക് ഈ ടൗണിൽ നിന്നാണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഇടുങ്ങിയ വഴിയാണ്. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. നമുക്ക് സൈഡിൽ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടില്ല. ഉള്ള ഒരു ഭാഗമായിരുന്നു അവിടെ വണ്ടി നിലവിലുള്ളത് കൊണ്ട് ഞാൻ ഇപ്പോൾ വല്ലാണ്ട് റിസ്ക് എടുക്കുന്നില്ല. ഞാനിതാ ഇവിടെ ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിലും വണ്ടി ഉണ്ട്, 2 ഉണ്ട്. ഒരു ടാക്സി ഉണ്ട്, ഒരു ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ അതിലിപ്പോൾ കുത്തിത്തിരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നേരെ കൊടുക്കും. അതുകൊണ്ട് അത് ഞാൻ നിൽക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ നേരെ പോകാൻ വിചാരിച്ചു. നേരെ അങ്ങ് പോയിട്ട്
വന്നിട്ട് ഗൈസ് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടിക്ക് എന്തൊരു വലിവ് കുറവുള്ളതായി തോന്നി. അപ്പോൾ നോക്കിയപ്പോൾ ബാക്കിലത്തേക്ക് ടയറിന് കാറ്റ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഈ കാറ്റടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാറ്റടിക്കാൻ വേണ്ടി ഒരു പഞ്ചർ ഷോപ്പ് എടുത്തുകൊണ്ടപ്പോൾ അവിടെ കയറ്റി നോക്കിയപ്പോഴാണ് സംഭവം പഞ്ചറാണ്. ഇതേ ഇരിക്കുന്ന ഒരു ആണിക്കുട്ടൻ, അവൻ കയറി അതിനുള്ളിൽ കയറിയിരിക്കുന്നു. എന്താ ചെയ്യുക, ഒരു വഴിയില്ല, അടച്ചളാന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എന്ന് കയറിയതാണ്. അവ 2 ദിവസമായിട്ട് നമ്മൾ അങ്ങനെ ട്രിപ്പും കാര്യങ്ങളും എടുക്കണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പമ്പിൽ നിന്നാണ് സാധാരണ കാറ്റടിക്കാറ്. അപ്പോൾ അത് ശ്രദ്ധിക്കില്ല, അവരൊട്ട് കാറ്റ് കുറവുണ്ടോ ഇല്ലയോ, ഇതിൽ കാറ്റ് കുറവുണ്ടെന്ന് പറയില്ല. നമ്മൾ ഈ കാറ്റടിച്ചിങ്ങനെ പോരും. അങ്ങനെ പോയിരുന്നു, ചെറിയ രീതിയിൽ കാറ്റ് പോയിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ അറിഞ്ഞതുമില്ല. അപ്പോൾ നോക്കിയപ്പോൾ എന്താ ഏകദേശം അത്യാവശ്യം വലുപ്പമുള്ളൊരു സ്ക്രൂ കയറിയതാണ്. ആദ്യം അത് സ്ക്രൂ ഡ്രൈവറൊക്കെ എടുക്കാൻ നോക്കിയെങ്കിലും പറ്റിയില്ല. പിന്നെ അത് മെല്ലനെ പറിച്ചെടുക്കാൻ നോക്കി. അപ്പോൾ അത് കിട്ടാതെ ഞാൻ പറഞ്ഞു പോയി കട്ടിംഗ് പ്ലെയർ എടുത്തിട്ട് വാ എന്ന് പറഞ്ഞു. അങ്ങനെ മുത്ത് പോയി കട്ടിംഗ് പ്ലെയറൊക്കെ എടുത്ത് വരുന്നുണ്ട്. അങ്ങനെയാണ് ലാസ്റ്റ് അത് ഒരു എടുത്തിട്ട ആള് നേരെ പോയി കട്ടിംഗ് പ്ലെയർ എടുക്കാൻ പോയിട്ടുണ്ട്. കട്ടിംഗ് പ്ലെയർ എടുക്കാൻ പോയി ആശാൻ. അത് കട്ടിംഗ് പ്ലെയർ എടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ബായിയാണ്, പക്ഷെ അത് മലയാളം അറിയാം, പിന്നെ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ കട്ടിംഗ് പ്ലെയർ എടുത്ത് വന്ന് അത് ഏകദേശം വലിയ എന്താ പറയുക നശിപ്പിക്കാത്ത രീതിയിൽ പറിച്ചെടുത്ത് നോക്കിയപ്പോൾ ഏകദേശം 1 ഇഞ്ച് വലുപ്പമുള്ള ഒരു സ്ക്രൂ. എന്താ ചെയ്യല്ലേ, ഒരു രക്ഷയില്ല. അങ്ങനെ മുത്തുമണി അത് പഞ്ചറടക്കിയുള്ള പരിപാടികൾ നോക്കി പഞ്ചറടച്ച്. ആദ്യം ആ ഹോള് വലുതാക്കണല്ലോ പഞ്ചറടക്കുന്നതിന് മുമ്പ്. അങ്ങനെ ആ ഒരു സ്ക്രൂ ഡ്രൈവർ ഇട്ട് അതൊന്ന് വലുതാക്കി അതേ ആ സാധനമാണ് അതിൻ്റെ ഉള്ളിൽ കുത്തി കയറ്റുള്ളത്. കുത്തി കയറ്റി അത് അവൻ പറിച്ച് അറുത്തെടുത്ത് എന്നിട്ട് പഞ്ചർ ഇപ്പോൾ വീണ്ടും ലീക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കി. ഇല്ല. ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് പഞ്ചറടച്ച പാടത്തിന് നമുക്ക് ട്രിപ്പ് അടിച്ച് മഞ്ഞുമലിന് ഇപ്പോൾ അത് കസ്റ്റമർ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇനി കസ്റ്റമർ എടുത്തിട്ട് കാണാം. പഞ്ചറടക്കലും ട്രിപ്പ് കിട്ടലും ഹായ് എന്തൊക്കെയല്ലേ പറഞ്ഞു. ഫോട്ടോ വലിയ ഹായ് ഗായ്സ്, അപ്പോൾ പഞ്ചറടച്ചു. അവൻ കാറ്റ് ചെക്ക് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പിൽ തന്നെ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചു കേട്ടോ. അപ്പോൾ അതേ ഇപ്പോൾ നേരെ എടുക്കാൻ പോവാണ്, കസ്റ്റമർ എടുക്കാൻ പോവാണ്. നമ്മളെ മഞ്ഞുമൽ നിന്നാണ് അടിച്ചത്. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരത്തെ ഓട്ടം ഉണ്ട്. അപ്പോൾ ഞാൻ കസ്റ്റമർ എടുത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് പറയാം. എങ്ങോട്ടാന്ന് നോക്കിയിട്ടില്ല, ഞാൻ വേഗം അക്സെപ്റ്റ് ചെയ്യും. നമുക്കിപ്പോൾ വേറെ പരിപാടി ഒന്നും ഇല്ലല്ലോ. അപ്പം എന്നാൽ ഓക്കെ, കസ്റ്റമറെ എടുത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. അങ്ങനെ ആയി ഗായ്സ്, അത് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആയിരുന്നു ആ ട്രിപ്പ്. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തു. അത് റെയിൽവേ സ്റ്റേഷൻ എടുത്ത് നിൽക്കുന്നത് പൊതുവേ ഇഷ്ടമല്ലാത്ത ഒരാളായതുകൊണ്ട് അവിടെ നിന്ന് ഇതുവരെ ട്രിപ്പ് ലഭിക്കാത്തത് കൊണ്ടും ഞാൻ അവിടെ നിന്ന് എടുത്തു. നമ്മൾ കുറച്ച് താഴത്തേക്ക് നമ്മളെ എന്താ പറയുക സീരിയലുണ്ടല്ലോ അങ്ങോട്ട് നിർത്താമെന്ന് കരുതി. അവിടെ ഒക്കെ ടാക്സി വണ്ടികൾ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും ഇതേമാതിരി തന്നെ കുറച്ചങ്ങോട്ട് ഇറക്കിയില്ല, വരുന്നിടത്തു നിന്നൊക്കെ മാറിക്കാണ്ട്. എന്തിനാ വെറുതെ അവർക്ക് രസമല്ലേ അല്ല. അപ്പം ഓക്കെ ഗായ്സ്, അത് പറയാമെന്ന് പറഞ്ഞു. ഹായ് ഗായ്സ്, അപ്പോൾ ഈ സീറ്റ് ബെൽറ്റ് ബാക്കിലെ കസ്റ്റമർ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അവർ കുടുക്കിയിട്ടില്ല, അതിൻ്റെ സൗണ്ടാണ് ആ കേൾക്കുന്നത്. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്കൊരു ട്രിപ്പ് അടിച്ച് അത് കംപ്ലീറ്റ് ചെയ്തു. നമ്മളെ കത്രിക്കടവ് റോഡ് ജംഗ്ഷൻ്റെ കുറ്റിപ്പുറത്തായിരുന്നു. ഇപ്പോൾ ഇതേ നമ്മൾ ഏകദേശം നമ്മളെ സ്റ്റേഡിയം ലിങ്ക് റോഡ് ഉണ്ടല്ലോ അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. വഴിക്ക് അവിടെ നിന്ന് യൂട്ടൺ അടിച്ച് പോയാൽ മതി. വൃത്തിയിട്ട റോഡായതുകൊണ്ട് യൂട്ടൺ അടിക്കാൻ വയ്യ. അതുകൊണ്ടൊന്നും എനിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്നാൽ ഗായ്സ്, നമ്മൾ അടുത്ത ട്രിപ്പ് അടിക്കുന്നവരെ വെയിറ്റിംഗ് ആണ്. ഒന്നെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും സൈഡാക്കിയിടും, അല്ലെങ്കിൽ നമ്മളവിടെ സ്റ്റേഡിയം ലിങ്ക് റോഡിനവിടെ അങ്ങോട്ട് പോകും. അപ്പോൾ ഓക്കെ, സ്റ്റേഡിയത്തിൻ്റെ അവിടെ നിന്ന് ട്രിപ്പൊന്നും കിട്ടിയില്ല. പിന്നെ നേരെ റൂമിൽ പോയി ഭക്ഷണം കഴിച്ചു വരാമെന്ന് കരുതി. അപ്പോൾ ഭക്ഷണം കഴിച്ചു ഇറങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ട്രിപ്പ് അടിച്ചു. വീട്ടിൽ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ അവരെ ഇപ്പോൾ ഡ്രോപ്പ് ചെയ്തു. നമ്മളെ ഹൈക്കോർട്ടിൻ്റെ അവിടെ ആയിരുന്നു. അപ്പോൾ അവിടെ ഈ എന്തൊക്കെയോ ക്യാമറ ഓഫായി പോകുന്നു, എന്താ അറിയില്ല. അപ്പോൾ അവരെ ഡ്രോപ്പ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മളെ ഇവിടെ കുറച്ച് ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സൈഡാക്കി നോക്കട്ടെ.
ട്രിപ്പ് ഏതെങ്കിലുമൊക്കെ അടിക്കോ ഇല്ലേ എന്നുള്ളത്. അവിടെ ഒരുപാട് ടാക്സിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അവിടെ നല്ലൊരു ഗ്യാപ്പ് ഉണ്ട് ഞാൻ സ്ഥിരമായിട്ട് നിർത്തുന്നത് ഈ റൂട്ടിൽ വരുമ്പോൾ. അത് മിസ്സായി പോയി, ഈ പറഞ്ഞ കാര്യമല്ലോ. അപ്പം എന്നാൽ നോക്കുക കഴിച്ച് അടുത്ത ട്രിപ്പ് ഇവിടെ നിന്ന് അടിക്കുക, ഏതിലടിക്കുക എന്നുള്ളത്. ഉച്ചവരെയുള്ളത് അങ്ങനെ പോയി. ഇനി നോക്കാം നമുക്ക് മൂഞ്ചിൽ എവിടെ ആവും. ആ ബസ്സിൻ്റെ ഗ്യാപ്പിലൊരു ചാൻസ് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരു പെട്ടി ഓട്ടോറിക്ഷക്കാരനും ഇവിടെ ഹായ് ഗായ്സ്. അപ്പോൾ 2 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴേ വന്ന് ഒരു രക്ഷയില്ല. വന്നു ഒരു ചായയും 2 കടിയും കഴിച്ച് ഇരിക്കുകയാണ് നമ്മുടെ സ്റ്റേഡിയം ലിങ്ക് റോഡിൽ. ഫസ്റ്റ് നമുക്ക് അവിടെ നിന്ന് അടിച്ചത് ഫോർട്ട് കൊച്ചിക്കായിരുന്നു. ഫോർട്ട് കൊച്ചി അവർ ഡ്രോപ്പ് ചെയ്തു. അപ്പം തന്നെ എനിക്ക് തിരിച്ച് നമ്മളെ കത്തിരിക്കടവല്ല കടവന്ത്ര ആ റൂട്ടിലാണ് അടിച്ചത്. മരണ ബ്ലോക്കും മടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു രക്ഷയില്ലായിരുന്നു. അവസാനം 16 കിലോമീറ്ററുള്ള ഒരു ട്രിപ്പ് ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തത് 1.5 മിനിറ്റ്, 1 മണിക്കൂറും 5 മിനിറ്റുമാണ് ഞാൻ എടുത്തത്. ഒന്നും നോക്കിയില്ല. തിരിച്ച് അവിടെ നിന്ന് നമ്മുടെ സ്റ്റേഡിയം ലിങ്ക് റോഡിൽ വരുന്ന വരെ അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ബ്ലോക്കും കാര്യങ്ങളായിരുന്നു. നേരെ വന്നു, ചായയും കാര്യമൊക്കെ കുടിച്ചു, ആപ്പൊക്കെ ഓഫാക്കി ഇതേ വെറുതെ ഇവിടെ ഇരിക്കുന്നു. ഇനി അടുത്ത നല്ല കിടില മഴ വരുന്നുണ്ട്. നല്ല കിടില മഴ കാണുന്നുണ്ടോ ഗൈസ്? അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞ് എന്തായാലും ഇപ്പം ഇറങ്ങുന്നില്ല, വയ്യ. ഒരു 2 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി അടുപ്പിച്ച് 2 മണിക്കൂർ ഇരുന്നല്ലോ. അപ്പോൾ അതും ബ്ലോക്ക്. 2 മണിക്കൂർ ഡ്രൈവ് ചെയ്യുന്നത് നല്ല ബുദ്ധിമുട്ട്, ബ്ലോക്കാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് നമുക്ക്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് വന്ന് ഇനി എന്തായാലും ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് ഓണാക്കുന്നുള്ളൂ. ഇപ്പോൾ ഏകദേശം സമയം എത്രയായി എന്നുള്ളത് സത്യത്തിൽ എനിക്കറിയില്ല. ഒരു 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനൊരു ചായ കുടിച്ചു, എന്നാലും ഒരു 7:30 വരെ അങ്ങനെ ഇരിക്കും, 1 മണിക്കൂർ. എന്നിട്ട് കഴിഞ്ഞ് ഓടുന്നുള്ളൂ രാത്രി. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മൾ അപ്സലിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈകിട്ട് വണ്ടി സൈഡാക്കി ഇനി ഓടുന്നില്ല, ഒരു 7:30 വരെ ഓടുന്നില്ല എന്നുള്ള തീരുമാനം എടുത്തിരിക്കുമ്പോഴാണ് ഇവൻ വിളിക്കുന്നത്. എവിടെയുള്ളത്? ഞാൻ നീ നിൽക്കുന്നിടത്തുണ്ട്, IMA ഹൗസിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ വന്നു, ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം വർത്താനം പറഞ്ഞു. അതിൻ്റെ മെയിൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് ഒരുപാടായിട്ടുണ്ട്, പക്ഷെ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ അത്